ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ചില നിമിഷങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ദൈവവചനം ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 9-ാമത്തെ വചനം. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ബൈബിളിൽ പല ചരിത്ര പുരുഷന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിലും ചുരുക്കത്തിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ് യബ്ബേസിൻ്റേത്. യബ്ബേസ് യഹൂദ വംശജനായി കണക്കാക്കപ്പെടുന്നു. ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽ ഒന്നായ യഹൂദയുമായി ബന്ധപ്പെട്ടതാണ് യബ്ബേസിൻ്റെ ചരിത്രം. അവൻ്റെ അമ്മ അവനെ വ്യസനം എന്ന് അർത്ഥം വരുന്ന യബ്ബേസ് എന്ന് പേര് വിളിച്ചതിന് കാരണം പ്രസവത്തിനിടെ അവൾ അനുഭവിച്ച വ്യസനത്തെ സൂചിപ്പിച്ചാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിലെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ പ്രാർത്ഥനകളിൽ ഒന്നാണ് യബ്ബേസിൻ്റെ പ്രാർത്ഥന. നമുക്കിന്ന് യബ്ബേസിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രാർത്ഥനയോടുകൂടെ തന്നെ ചിന്തിക്കാം. ഒന്നാമതായി, ആവശ്യബോധത്തോടുള്ള പ്രാർത്ഥനയെ കേൾക്കുന്ന ഒരു ദൈവത്തെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വിശ്വാസത്തോടും നിശ്ചയദാർഢ്യത്തോടും ആവശ്യബോധത്തോടുള്ള പ്രാർത്ഥനയാണ് യബ്ബേസിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. അവൻ്റെ ആവശ്യത്തെക്കുറിച്ചുള്ള വ്യക്തത അവനുണ്ടായിരുന്നു. മാത്രമല്ല, ദൈവമാണ് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉറവിടം എന്നവൻ തിരിച്ചറിഞ്ഞിരുന്നു. ദൈവത്തോടുള്ള തൻ്റെ പ്രാർത്ഥനയിൽ അവൻ തനിക്കും തൻ്റെ സകലത്തിനും വേണ്ടിയും പ്രാർത്ഥിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒന്ന് നാം തിരിച്ചറിയണം, ആവശ്യബോധത്തോടും വിശ്വാസത്തോടുമുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ ഒരിക്കലും മറഞ്ഞിരിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ ആ സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും എന്നതിൽ സംശയമില്ല. ഇനി രണ്ടാമതായി നാം പരിശോധിക്കുമ്പോൾ വ്യസനങ്ങളെ അനുഗ്രഹമാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് യബ്ബേസിൻ്റെ പ്രാർത്ഥന എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. യബ്ബേസിൻ്റെ പ്രാർത്ഥനയോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമാണ്. ദൈവം യബ്ബേസിൻ്റെ പ്രാർത്ഥന കേട്ടു എന്നാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാർത്ഥനയുടെ ശക്തിയും വിശ്വാസത്തിൻ്റെ ആവശ്യകതയും ദൈവത്തിൻ്റെ പ്രതികരണവും യബ്ബേസിൻ്റെ പ്രാർത്ഥന വളരെ വ്യക്തമായി അടയാളപ്പെടുത്തുന്നു. വ്യസനമെന്നാണ് അവൻ്റെ അമ്മ അവനെ വിളിച്ചത്. എന്നാൽ അവനൊരു സമൂഹത്തിന് അനുഗ്രഹമാകുന്നു എന്നത് യബ്ബേസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നാമും നമ്മുടെ ജീവിതവും ചുറ്റുപാടുകൾക്ക് മുന്നിൽ വ്യസന കാരണമാണെങ്കിലും നമ്മുടെ ജീവിതത്തെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അനുഗ്രഹ കാരണമാക്കുവാൻ സർവശക്തനായ നമ്മുടെ ദൈവത്തിന് സാധിക്കും. മൂന്നാമതായി നാം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥന ദൈവത്തോടുള്ള സംസർഗമാണെന്ന് യബ്ബേസിന് ദൈവത്തോടുള്ള പ്രാർത്ഥനാ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. കുടുംബമായി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയിലൂടെ നാം അടുത്തു വരുമ്പോൾ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. പ്രാർത്ഥനയിലൂടെയാണ് ബന്ധങ്ങളുടെ ഇഴയെടുപ്പം സാധ്യമാകുന്നത്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിലും ചുറ്റുപാടുകളിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നതിൽ തർക്കമില്ല. യബ്ബേസിനെ പോലെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടും ആവശ്യബോധത്തോടും നമുക്ക് അടുത്തു വരാം. അതിനായി സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും കുടുംബമായി സഹായിക്കുമാറാകട്ടെ. ആമേൻ.